ഇപ്പോൾ സോൾട്ട് റെസ്റ്റോറന്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 300-ൽ പരം രുചി വിഭവങ്ങൾ. ആസ്വദിച്ചു കഴിക്കൂ, ആഘോഷിച്ചു കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, തോപ്പുംപടി ആൻഡ് കാക്കനാട്. കൊച്ചിൻ വികസന വേദിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിൽ മരിച്ചവരെ അനുസ്മരിച്ചു. 11 പേരുടെ ജീവൻ അപഹരിച്ച ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തത്തിന് 10 വർഷം തികയുന്നതിന്റെ ഭാഗമായി കൊച്ചിൻ വികസന വേദിയുടെ നേതൃത്വത്തിൽ ദുരന്തത്തിൽ മരണപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ട് സ്മൃതി ദിനം ആചരിച്ചു. എല്ലാ വർഷവും കൊച്ചിൻ വികസന വേദിയുടെ നേതൃത്വത്തിൽ ബോട്ട് ദുരന്തത്തിൽ മരണപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ടാണ് ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത്. 2015 ഒരു ഓണാഘോഷ വേളയിലായിരുന്നു ഫോർട്ട് കൊച്ചി ബോട്ട് ദുരന്തം നടന്നത്. 11 കുടുംബങ്ങളുടെ അത്താണിയാണ് ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത്. സ്മൃതി ദിനാചരണം പൊതുപ്രവർത്തകനും CPIM മട്ടാഞ്ചേരി ചെർളായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ MA താഹ ഉദ്ഘാടനം ചെയ്തു. 11 പേരുടെ ജീവനെടുത്തുകൊണ്ട് ആ വലിയ മഹാദുരന്തം നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നടന്നു. അന്ന് UDFിൻ്റെ ഭരണകാലഘട്ടമാണ് ഫോർട്ട് കൊച്ചി കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. ഒരുപാട് ആ മരണത്തിന് ശേഷം ഒരുപാട് സഹായ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നെങ്കിലും തുടർന്ന് ആ സഹായങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും അതുപോലെ പകരം ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്ന കാര്യത്തിലെല്ലാം അശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് പിന്നീട് പോയിട്ടുള്ളത്, എല്ലാവരും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ജനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു ഫെറിയായിരുന്നു വൈപ്പിൻ ഫോർട്ട് കൊച്ചി. അത് ഏറ്റവും സുരക്ഷ ഒരുക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ യാത്രക്കാരുടെ എണ്ണം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. അതിന് 3ാമത് റോറോ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതാണ്ട് അത് ഡിസംബറിൽ പൂർത്തിയാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പൂർത്തിയാകുന്നതോടെ കുറേയൊക്കെ തിക്കും തിരക്കും നമുക്ക് കുറക്കാൻ കഴിയുമെങ്കിലും. പ്രസിഡന്റ് PK കമറുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ MM സലീം, കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഷമീർ വളവത്ത, പൊതുപ്രവർത്തകൻ B ഇക്ബാൽ, അഡ്വക്കേറ്റ് ഷെയ്ജു ഇരട്ടക്കുളം, KB അഷ്റഫ്, മനാഫ്, KB ജബ്ബാർ, സ്മിത ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചി വികസന വേദി നടത്തുന്നു എന്നത് വലിയൊരു പ്രത്യേകത തന്നെ. നമുക്കറിയാം, 10 വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു മഹാസംഭവമായിരുന്നു 11 പേരുടെ ജീവൻ നൽകേണ്ടി വന്നിരുന്ന ആ ബോട്ട് ദുരന്തം. അന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ, നാട്ടുകാർ, അതോടൊപ്പം തന്നെ വിദേശികളടക്കം രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിലാണ് 11 പേരിൽ ആ മരണം ഒതുങ്ങി നിന്നത്. കൊച്ചിക്കാരുടെ ഒരു സഹായ മനസ്ഥിതി നമ്മളന്ന് മനസ്സിലാക്കുകയും ചെയ്തു. നമ്മളുമായി എന്നും ബന്ധങ്ങൾ പുലർത്തിയിരുന്ന കുറേയേറെ സഹോദരങ്ങൾ നമ്മൾക്ക് മുന്നിൽ ബോട്ടപകടത്തിൽ മരണപ്പെടുകയായിരുന്നു. ആ സമയങ്ങളിൽ ഒരുപാട് സംഘടനകൾ ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നിൽ നിന്ന് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം വാഗ്ദാനം ചെയ്തെങ്കിലും അന്ന് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് 5 ലക്ഷം രൂപ മാത്രമാണ് അവർക്ക് കിട്ടാൻ സാധിച്ചത്. അതിനുശേഷം അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ജോലികൾ, അന്ന് വാഗ്ദാനം ചെയ്ത ജോലികൾ അവർക്ക് കിട്ടാതെ പോവുകയും അവരുടെ സ്മരണകൾ പോലും മറന്നുപോയ സാഹചര്യമാണ് നമ്മളുടെ മുന്നിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പുഷ്പാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്ന വിദേശമാണ്. എന്നാൽ 10ാം വർഷത്തിൽ നമ്മളതൊന്നെടുത്ത് പരിശോധിച്ചാൽ ഈ ആളുകളെല്ലാം ആ മരണപ്പെട്ട കുടുംബത്തെയും ആ മരണപ്പെട്ടവരെയും മറന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ വലിയ ആവേശത്തോടെ ഒക്കെ വന്നിരുന്നവർ ഇന്ന് ആ ആവേശം തണുത്തിരിക്കും. ഈ മരണപ്പെട്ട ആളുകൾക്ക് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അവരുടെ ആശ്രിതർക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞെങ്കിലും അത് ജനരേഖയായി തുടരുകയാണ്. കാരണം ഇന്ന് തുടർന്നു വന്ന സർക്കാരുകളൊന്നും അത് പരിഗണിക്കപ്പെട്ടില്ല. അന്നത് നൽകുമെന്ന് പറഞ്ഞിരുന്നതിൻ്റെ തെളിവുകൾ കൊച്ചി തഹസിൽദാർ റിപ്പോർട്ട് സഹിതം സമർപ്പിക്കുകയും ചെയ്തു. അതിദാരുണമായിട്ടുള്ള ഒരു ബോട്ട് അപകടം, അതിനെ തുടർന്ന് കൊച്ചി വികസന വേദി തുടർച്ചയായി ഈ സ്മൃതി പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്
സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തദ്ദേശീയമായിട്ടുള്ള മറ്റുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ പ്രദേശത്ത് വേണ്ടതിനും വേണ്ടാത്തതിനും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്ന ഒരുപാട് സംഘടനകളുണ്ട്. കൊച്ചിൻ വികസന വേദി ഈ 10 വർഷമായിട്ടും ഈ ഒരു പരിപാടിയെ അനുസ്മരിക്കുന്നുണ്ട്. ഇതിൽ മരണപ്പെട്ടു പോയ സാധാരണക്കാരാണ്. ആ സാധാരണക്കാരൻ്റെ കുടുംബത്തിന് ഇവിടുത്തെ അധികാരികൾ പുല്ലുവിലയാണ് കൽപ്പിച്ചിട്ടുള്ളത്. വളരെ നിസ്സാരമായ തുക മാത്രം നൽകി അധികാരികൾ അവർക്ക് അന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഫണ്ട് കൊടുക്കാതെ ആ കുടുംബത്തെ പോലും ആ കുടുംബത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളെ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാതെ 5, 3, 4, 6 ദിവസങ്ങളിൽ ഗുഡ് ഹോപ്പിലല്ലേ പ്രാവശ്യം മന്ദിരം പള്ളി വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ആ ഫംഗ്ഷനിലും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.